ഗൈസ് ഞാൻ എന്നുള്ളത് കാലിക്കറ്റ് ഗുദാം കഫേലാണ്. നമ്മളെ റാഷിദ് സബാൻ്റെ മൂന്നാമത്തെ പുസ്തകമായ അലി ഫാത്തിമ എന്ന പുസ്തക പ്രകാശന ഒരു ഗസ്റ്റായി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കുതിരത്ത് കാണ്ട് സൂപ്പർ റാഫി ഉണ്ട്, സിത്താറുണ്ട്. അപ്പോൾ എന്താണ് സബാങ്ക ഈ പുസ്തകം? പുസ്തകം ചട്ടമേലുള്ള പോലെ അലി ഫാത്തിമ പ്രണയത്തിന്റെ പുസ്തകമാണ്. എല്ലാവരും പുസ്തകം വായിക്കാൻ കുറച്ച് സമയം കണ്ടെത്തണം. ഒരു 2 മണിക്കൂർ ഇരുന്നാൽ വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ പുസ്തകമാണ്. എല്ലാവരും വായിക്കാനുള്ള സമയം കണ്ടെത്തണം എന്നുള്ളതാണ് വിനീതമായി പറയാനുള്ളത്. പ്രൗഢഗംഭീരമായൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സബാന്റെ ബുക്കിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷ ഒന്ന് സബാൻക്കാണല്ലോ, അതെ, 2 പ്രണയമാണ്, അലി ഫാത്തിമയാണ്. പിന്നെ ആദ്യം സബാൻക്ക് തിരഞ്ഞെടുക്കുന്നതന്നെ ആ ഭംഗിയുണ്ട്. ആദ്യം ഒരു പുസ്തകം എഴുതാൻ വേണ്ടി റസൂലിനെയാണ് തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ പുസ്തകം എനിക്ക് തോന്നുന്നു ഫലസ്തീൻ്റെ അല്ലേ, അഭയാർത്ഥികളായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള പുസ്തകം. മൂന്നാമത്തെ പുസ്തകം വരുമ്പോൾ അത് വീണ്ടും അലി ഫാത്തിമ. അപ്പോൾ എന്തായാലും പൊളിച്ചെഴുത്തലുകളും അതുപോലെ തന്നെ പ്രകാശവും ഒക്കെ തന്നെ ആയിരിക്കും പുസ്തകത്തിൽ. പ്രണയം നിങ്ങളെ വിളിക്കുമ്പോൾ അതിന്റെ വഴികൾ കഠിനാണെങ്കിലും കുത്തനെയുമെങ്കിലും അതിനെ പിന്തുടരുക. കുതിരത്ത എന്താണ് ഈ ബുക്കിനെ കുറിച്ചുള്ള പ്രതീക്ഷ? സമ്മർദ്ദം വന്നേക്കും. എനിക്ക് ലവ് സ്റ്റോറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലേ പ്രണയമാണ്. ഞങ്ങള് പ്രണയിച്ചാണല്ലോ കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെ വിട്ടിട്ടുണ്ട്. ഇപ്പോഴൊരു കോൺട്രവേഴ്സി ടോപ്പിക്കാണ്. ഞാനും പെണ്ണുങ്ങളും അതിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അതെന്താ സംഭവിച്ചത്? അയൽവാസിയാണ്. പക്ഷേ ചെലവ് കുറയ്ക്കാൻ വേണ്ടിട്ട് കണ്ടില്ല എന്നല്ലേ പറഞ്ഞിട്ടാണ് ക്യാപ്ഷൻ ഇട്ടത്. ഞാൻ കണ്ടില്ല, ഓളെ കണ്ടില്ല ഇതുവരെ. കണ്ണെട്ടിട്ടാണ് നാട്ടുകൂടെ മദ്രസന്ന് കണ്ടുകളെന്തോ വെച്ചുണ്ടാക്കി ഓടുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രണയിക്കാതെ അല്ല, അതല്ല പ്രണയിക്കാതെ ആർക്കും കല്യാണം കഴിക്കാൻ പറ്റും. ആ സമയം അല്ല നമ്മൾ പറഞ്ഞതിനെ കുറിച്ചിട്ടാണ്. പ്രണയിക്കാണ്ട് കല്യാണം കഴിക്കാം, പ്രണയിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. പ്രണയിച്ച് വിവാഹം കഴിച്ച സിത്താര. അതിങ്ങളേനു അന്ന് കമന്റ് ഇട്ട് ഒരാൾ നിങ്ങള് കെട്ടിടാറല്ലോ, ഇവിടെ കെട്ടില്ല. അങ്ങനെ ഞാൻ കെട്ടൂലെന്നൊന്നും പറഞ്ഞില്ല. അല്ല, മറ്റേ ദീക്ഷദ്വീപിലെ മറ്റേ ചങ്ങന്റെ ബ്ലോഗല്ലേ, സൽമാന്റെ കണ്ടുണ്ട്. ഭയങ്കര വൈറലായില്ലേ അതിനെ കുറിച്ച്? സബാന്റെ റസൂല് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അതിലും ലൈക്ക് തങ്ങളെ പറ്റിയിട്ടും ചരിത്രങ്ങളെ പറ്റിയിട്ടുമാണ്. ഇപ്പം അലി ഫാത്തിമയും അതുപോലെ തന്നെ ആയിരിക്കും അലി റളിയല്ലാഹു അൻഹുവിനെ പറ്റി. ഇപ്പം നേരത്തെ സബാൻ സംസാരിച്ചപ്പം അവരുടെ പ്രണയം എന്ന് പറയുന്നത് അവർ 2 പേർക്കും പടച്ചവനോടായിരുന്നു പ്രണയം, പിന്നെ ഭക്തി, അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു അവരുടെ ഇന്ധനങ്ങൾ. അപ്പം സബാൻ സംസാരിച്ച പോലെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഐ എം വെരി ഷുവർ ദാറ്റ് ഈ പുസ്തകവും നമുക്ക് ഒറ്റരിപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റും. റസൂൽ ഇതേപോലെ തന്നെയായിരുന്നു. സബാന് ഇനിയും ഇതേപോലെ ഒരുപാട് പുസ്തകങ്ങൾ ഇന്നത്തെ തലമുറക്ക് വായിക്കാൻ, അതായത് ഇപ്പം സബാൻ ഇതിലും പറഞ്ഞിട്ട് ഇതിൽ ബാക്കിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നും ഓർക്കുന്നു, ഇന്നും നമ്മൾ സംസാരിക്കുന്നു. അപ്പം അങ്ങനെ ഇനിയും വരുന്ന തലമുറക്ക് സംസാരിക്കപ്പെടാനും ചർച്ച ചെയ്യപ്പെടാനും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ. എല്ലാവരും പുസ്തകം വായിക്കുക.